നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജീനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ഞാനൊരു ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ കൊടുക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വ്യൂ പറയുന്ന പോലെ തന്നെയുള്ള ഒരു റൂമാണ് ലൈവ്, ആ ഒരു അനലൈസ് നടത്തുന്ന ഒരു റൂമാണ്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരിക്കലും കോള് പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്തോ, ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ടോ, ഇന്ന സ്ഥലമാകുമ്പോൾ നിങ്ങൾ വിറ്റോ എന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരു എന്താ പറയണ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, ഓവർ ട്രേഡിങ്, റിവഞ്ച് ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുക. അതേപോലെ പിന്നെയും പിന്നെയും ട്രേഡ് ചെയ്യാനുള്ള തോന്നലുണ്ടെങ്കിൽ നമുക്കൊരു റൂമിലിരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാമല്ലോ ഇനി ചെയ്യണ്ട എന്തിനാണെന്നൊക്കെ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ലൈവ് റൂം ഡിസ്കഷൻ വ്യൂ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓരോ ക്യാൻഡിലും എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് എൻ്റേതായിട്ടുള്ളൊരു രീതി വെച്ചിട്ടും അറിവ് വെച്ചിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കത് കൃത്യമായിട്ട് എടുക്കാം. തുടക്കക്കാർക്കൊക്കെ ആകെ കൂടെ 5-6 പേരോ 5 പേരൊക്കെ ഉള്ളൂ കേട്ടോ ലൈവിൽ. കാര്യം ഒരു 5-8 മാസം, ഒരു വർഷം മേലെയായി ലൈവ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആളുകൾ ലൈവ് റൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാനും വിൽക്കാനും പറയുന്നില്ല. കാരണം അവർക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടുന്ന ആ ഒരു ഫണ്ട് നിലനിൽക്കുകയില്ലെന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുക. ഞാനൊരു വ്യൂ പറയുന്നു, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഡിസിഷനിൽ എടുത്ത് പ്രോഫിറ്റ് ആക്കുമ്പോൾ അതെന്നും നിലനിൽക്കും. പോരാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആവായിട്ട് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ലൈവ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ കൂടുതൽ ആൾക്കാരെ ലൈവിലേക്ക് പ്രതീക്ഷിക്കുന്നുമില്ല. താല്പര്യമുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ, അല്ലെങ്കിൽ ഈ ഒരു ലൈവ് റൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എന്തെങ്കിലും ഒരു മെച്ചം ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് വന്നിട്ട് ഇന്ന് ഉണ്ടാക്കാമെന്നല്ല, കണ്ട് ശീലിച്ച് ഒരേ രീതികൾ ഒരേ സ്ട്രാറ്റജി കണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി സക്സസ് ആവാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് റിസ്ക് എടുത്തിട്ടും ഞാനൊരു ട്രേഡർ ആവാൻ ശ്രമിക്കാം എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ലൈവ് റൂമിലേക്ക് സ്വാഗതം. പഠിക്കാനാണെങ്കിലും ലൈവ് റൂമിലേക്കാണെങ്കിലും നേരിട്ട് വിളിച്ച് സംസാരിക്കാതെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. എന്തായാലും ഒന്ന് പരിചയപ്പെടേണ്ട, ഒരുമിച്ച് മുമ്പോട്ട് പോകേണ്ട ആളുകളല്ലേ. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, പക്ഷെ എല്ലാവരോടും ഞാൻ വിളിക്കാൻ പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. പക്ഷേ വളരെ കുറച്ച്, അതായത് ഒരു 100 പേര് മെസ്സേജ് അയച്ചാൽ ഒരാളോ രണ്ടാളോ വിളിച്ചാലായി. അപ്പം എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ 53 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആണ് സാധാരണ രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു 100 പോയിന്റ് വരെയൊക്കെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 22,363 പ്ലസ് 53 22,416. അപ്പോൾ 22,416 എന്ന് പറയുമ്പോൾ 22,400 416 ഈ കൺസോൾട്ടേഷൻ സോണിലായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യത എന്നല്ല, അങ്ങനെ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്കൊരു ബോക്സ് വരച്ചിടാം. എന്തായാലും ഈ ലെവലിൽ ഒരു ബോക്സ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത്, അതായത് ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഫസ്റ്റ് ഒരു മൂവ്മെന്റ് കിട്ടാൻ പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22,500 ഇട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരിക്കും. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകുള്ളൂ, 22,570 കൂടെ മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പം അതിൽ നമുക്കൊരു കാൽക്കുലേഷൻ കൂടി ഇടാം. മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ 22,363 പ്ലസ് 350 22,713.
ഇത്രയൊന്നും പോവില്ല. 22,659, 716 ഭാഗത്തേക്കൊക്കെ ഓൾറെഡി കിടപ്പുണ്ട്. അത്രയൊന്നും നല്ല റിജക്ഷൻ ഒക്കെ ഉള്ളത് കാരണം അത്ര പോകാനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ അതിന് പുറത്തേക്കുള്ളൊരു മൂവ്മെന്റ് കിട്ടിയാൽ നമ്മൾ ട്രേഡിങ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അതിൽ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ചെന്ന് ഇടിക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പായിട്ടാണ് മാർക്കറ്റ്. നല്ല വോളിയം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് കയറിപ്പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ 22,447 അവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ട്, 22,504 അവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ടാണ് പിന്നെ ഈ ഭാഗത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ നേരെ മറിച്ച് താഴത്തോട്ടാണെങ്കിൽ 22,377 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വരാൻ പോകുന്ന ഈ ഒരു ലോ ലെവലിലേക്ക് ആദ്യം വരുള്ളൂ. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 22,310 22,280 മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 22, പിന്നെ ഒരു കാര്യം നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ ഒന്ന് നോക്കിയേക്കാം. മാർക്കറ്റ് നിൽക്കുന്ന ലെവല് ആദ്യത്തെ റിജക്ഷൻ ഏരിയ ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പോയാൽ സെല് ചെയ്തിരിക്കുന്ന കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ നല്ല രീതിയിൽ സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ 22,500 വരെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ സിയും പിയും നല്ല സ്ട്രൈക്കേഴ്സ് ഉള്ള, അപ്പോൾ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൂവ്മെന്റ് കിട്ടും. അപ്പൊ താഴത്തോട്ടാണെങ്കിലും നമ്മൾ 22,310 22,280 ലെവല് മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഇന്നും ഫുൾ ടൈം കൺസോൾട്ടേഷൻ ആണെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി ഒരു 100 പോയിന്റ്സിന്റെ മൂവ് ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 15 മിനിറ്റ്സ് ഓൾറെഡി താഴത്താണ് നിൽക്കുന്നത്. അത് മുകളിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നേരെ ക്രോസ് ഓവർ കയറി പോകുമ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകും. നേരെ മറിച്ച് കൺസോൾട്ടേഷൻ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ഓവർ കയറി വന്ന് റീക്രോസ് ഓവർ ആകുമ്പോൾ കൺസോൾട്ടേഷൻ ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഫാൾ ആവും. അപ്പോൾ അതിലാണ് നമ്മൾ മെജോറിറ്റി ഒരു മാർക്കറ്റ് ഡയറക്ഷൻ അറിയാനായിട്ട് RSI, അതും കസ്റ്റമൈസ്ഡ് RSI ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമ്മൾ ഇൻഡെക്സ് വൈസ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. നിലവിൽ RSI 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലാണ് കീപ്പ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് ഒന്ന് സ്റ്റേബിളായിട്ട് മുകളിലോട്ട് വരാൻ വേണ്ടി കുറച്ച് കൺസോൾട്ടേഷൻ സോൺ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ 2 ഡയറക്ഷനാണ്. ഒന്ന് 22,510 തൊട്ട് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 22,610 ഒരു മൂവ്മെന്റ് നമുക്കത് മതി. വലിയ മൂവ്മെന്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണെങ്കിൽ 22,410 ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഇന്ന് 3 സ്ഥലത്ത് എന്തായാലും നമ്മൾ ഈവനിങ് മാർക്കറ്റ് ക്ലോസ് പ്രതീക്ഷിക്കണം. ഒന്ന് 22,510 തന്നെ, ഒന്ന് 22,610, ഒന്ന് 22,410. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പൊ 22,400 സി നമുക്ക് നോക്കാം. 22,300 സി ഉണ്ട്, 22,400 സി ഉണ്ട്. അതില് 22,300 സി തന്നെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ 50 പോയിന്റ് ആണ് നിലവിൽ ഗ്യാപ്പ് അപ്പ് കാണിച്ചിരിക്കുന്നത്. 50 പോയിന്റ് എന്ന് പറയുമ്പോൾ 135 മേളിലോട്ട് ക്യാൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 147, 160, അതും കഴിഞ്ഞ് മേളോട്ടുള്ള മൂവ്മെന്റ് ഒക്കെ നമുക്ക് 15 മിനിറ്റ്സിലിട്ട് നോക്കാം. രാവിലെ പിയുടെ കേസ് അവിടെ നിൽക്കട്ടെ. $220 നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഏരിയ. അതായത് നിൽക്കുന്ന ലെവല്, അതായത് ഓക്കെ
നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെ മാർക്കറ്റ് വന്ന് നിൽപ്പുണ്ട്. 170 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 170ലേക്കായിരിക്കും. 170 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 240ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അതായത് ഈ ബോക്സ് വിട്ട് പുറത്തു പോകാതെ ഒരു പണിയും നിലവിൽ നടക്കില്ലെന്നാണ് അർത്ഥം. അപ്പോൾ അടുത്ത ക്യാൻഡിലാണ് ബെനിഫിറ്റ് നോക്കാനായിട്ട്. RSI സിക്ക് അനുകൂലമായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. $160 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 170 180 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. 160 ബ്രേക്ക് ചെയ്ത് പോകണം. 160 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഒരു 10 പോയിന്റ് 170ലേക്ക്, അവിടെ നിന്ന് പിന്നെ 176, പിന്നെ പോകുന്ന ഏരിയ ഈ ഒരു ഓപ്പൺ പ്രൈസിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഒരു 180 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഇപ്പോൾ RSI സിയിലേക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 160 ബ്രേക്ക് ചെയ്താൽ ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഒരു 157ന്റെ താഴെ വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 170 185 ഒക്കെ മാർക്കറ്റിൽ പോകും. പിയുടെ കേസിൽ 127 ഒരു 130 ഒക്കെ ബ്രേക്ക് ചെയ്താൽ 140 ബ്രേക്ക് ചെയ്താൽ ഒരു 152 അത്രയൊക്കെ ഉള്ളൊരു മൂവ്മെന്റ് ആണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കൺഫേം ആയിട്ടുള്ള ഒരു മൂവ് കിട്ടണമെങ്കിൽ എന്തായാലും ഒരു 130 വരെ, ഒരു 127 ബ്രേക്ക് ചെയ്താൽ 130 വരെ അല്ലെങ്കിൽ 138 വരെയൊക്കെ ഒരു മൂവ്മെന്റ് കിട്ടിയെന്ന് നമുക്ക് പറയാം. 125 to 130 ബ്രേക്ക് ചെയ്താൽ 137, അവിടെയും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ മാർക്കറ്റ് 158ലേക്കൊക്കെ ഉള്ള ഒരു മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. കാരണം ഇത് 138 ഒക്കെ, കാരണം യെല്ലോ ലൈൻ പൊക്കത്താണ് നിൽക്കുന്നത്. ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് പിയിൽ വരാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട്. 127 128 കൺസോൾട്ടേഷൻ സോണാണ്. $127 എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡും ഗ്രീനൊക്കെ മാറി മാറി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു വൺ സൈഡ് മൂവ്മെന്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മാർക്കറ്റ് കയറിപ്പോവും. പക്ഷെ ഇവിടെ ഒരു വൈറ്റ് ലൈൻ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. 121 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 134 135 ഒക്കെ ഈസി ആയിട്ട് ടച്ച് ചെയ്യും. $128 $129 ആയിട്ടുണ്ട്. 134.13 അങ്ങനെയൊക്കെ വന്ന് ഇടിച്ചു നിൽക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ഒരു ഏരിയ ആണ്. കാരണം ഒരു വൈറ്റ് ലൈൻ വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗൺ ആവാം. കാരണം 121 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് പിയുടേത് 115ലേക്ക് വരുന്നത്. അപ്പം നമ്മൾ 125 എൻട്രി എടുത്താലും
124.5 അതൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ടൈറ്റ് ചെയ്ത് ഇടണം എന്നുള്ളതാണ്. ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് എന്തായാലും വരും, വരാതിരിക്കത്തില്ല. ഇവിടെ ഒരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ കൺസോൾട്ടേഷൻ സോണിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിയും പിയും ഒരേപോലെ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇങ്ങനെയുള്ള സ്ഥലത്തുണ്ട്. സിയും പിയും ഒരുമിച്ച് എടുക്കാം, എന്നിട്ട് ഒരു 5 പോയിന്റ്, ഒരു 116 6 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ്, 6 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഒരു 12 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. 123 10 12 പോയിന്റ് ഇവിടെയും കിട്ടും. ഇവിടെ 152, 160 ബ്രേക്ക് ചെയ്ത് പോയാൽ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. ഒരു വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് ഇവിടെ. കറക്റ്റ് എങ്ങോട്ടൊരു മൂവ്മെന്റ് കിട്ടുമെന്ന് ഓൾമോസ്റ്റ് പറയാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. പിന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസും ഇവിടെ ഉണ്ട്. അതായത് 100 പോയിന്റ് ഇന്ന് റൈഡ് സിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ സി എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 140ലേക്ക് വരണം. അത് 140 135ലേക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമ്പോൾ അത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 135 പറഞ്ഞിരിക്കുന്നത്. 120ക്ക് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് പിയിൽ ഒരു ഡൗൺ ഉണ്ടാവത്തുള്ളൂ. കാരണം ഇവിടെ SMA കറക്റ്റ് 135ലേക്കാണ് ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ കുറേയൊക്കെ ധൈര്യത്തിന്റെ കേസുകളാണ് ഇവിടെ. 100 പോയിന്റിന്റെ റൈഡ് ഇന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സിഇ ഒരു നല്ല സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ താഴത്തേക്ക് വരാം. അത് 135ല് ഒരു എൻട്രി 131ന്റെ ഭാഗത്ത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറി പോവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടും 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കാം, 12 പോയിന്റിൽ എക്സിറ്റ് ആവാം. കാരണം സിയിലേക്കാണ് RSI നിൽക്കുന്നത്. മെജോറിറ്റി ചാൻസ് സിയിലേക്കാണ് കിടക്കുന്നത്. പക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാൻ താഴെ വരുന്ന സമയത്ത് ഇത് 135 ടച്ച് ചെയ്യാൻ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ട് നിലനിൽക്കുന്നത്. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ആവാം. ഏത് സൈഡിലേക്ക് മൂവ് ചെയ്താലും ഒരു 15 പോയിന്റ് ഉറപ്പാണ്. അതുകൊണ്ടാണ് രണ്ട് സൈഡിട്ടും നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുത്ത് ഹെഡ്ജ് ചെയ്യാന്ന് പറയുന്നത്. അതായത് സിയും പിയും ഒരേപോലെ എടുത്തു വെക്കുക. 120ന്റെ താഴെ ആ പിക്ക് സ്റ്റോപ്പ് ലോസ് ഇടുക. അതേപോലെ 145ന്റെ താഴെ സിക്ക് 145ന്റെ താഴെയും പിക്ക് 120ന്റെ താഴെയും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പി 135 മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആവാം. 5 പോയിന്റ് ഇട്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം എന്താന്ന് വെച്ചാൽ 1 2 3 4 ക്യാൻഡിലായി അനങ്ങാതെ നിൽക്കുന്നത്. ഇവിടുന്ന് ഡെഫിനറ്റ്ലി ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് എന്തായാലും ഒരു 10-15 പോയിന്റ് സിംഗിൾ ക്യാൻഡിലോ ഡബിൾ ക്യാൻഡിലോ കിട്ടുന്ന ഒരു മൂവ്മെന്റ് ഇവിടെ എന്തായാലും വരും. അധികം താമസമൊന്നുമില്ല. അതിൽ ഇങ്ങനെയുള്ള സമയത്തുള്ള ഹെഡ്ജിങ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. കാരണം 135 ബ്രേക്ക് ചെയ്താൽ അത് ചിലപ്പോൾ ഒരു 155 വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് പി.
സിക്ക് ഒരു ബ്രേക്ക് ഔട്ട് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒന്നും രണ്ടും ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും റിസ്ക് എടുത്താലേ കാര്യങ്ങളുള്ളൂ. എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോവാം. പക്ഷെ ഹെഡ്ജ് ചെയ്യുമ്പോൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസിന്റെ അളവിലും നമുക്കൊരു കണക്കുണ്ടാവണം, എങ്കിലേ കാര്യമുള്ളൂ. നമുക്ക് ഹെഡ്ജ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയും പോയി ഹെഡ്ജ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ എടുക്കുന്ന എൻട്രിയുടെ ഒരു സ്റ്റോപ്പ് ലോസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിലും കാര്യങ്ങളില്ല. ഇവിടുത്തെ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 120.13 120 അവിടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 112ലേക്ക് 8 പോയിന്റ് ഡൗൺ ആവും. ഇപ്പൊ ഒരു 125 എൻട്രി എടുത്തിട്ട് ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റുകളൊന്നും സംഭവിക്കാനില്ല. ആ സ്റ്റോപ്പ് ലോസ് എവിടെ പിടിക്കാം, അതായത് ഇപ്പൊ ഇവിടെ 125 എൻട്രി എടുത്തു, അതിന്റെ സ്റ്റോപ്പ് ലോസ് 5 പോയിന്റ് ഇട്ടു. ആ സ്റ്റോപ്പ് ലോസ് പിടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതെവിടെ പിടിക്കാൻ പറ്റും? 155-ന്ന് 160ലേക്ക് 5 പോയിന്റ് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. $115 പിയുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ $115 ഒന്ന് താഴ്ന്നിട്ടുണ്ട്. $120.90 നിൽക്കുന്നത്. 120ലേക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിട്ടില്ല. RSI മാത്രമാണ് സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. 155 ബ്രേക്ക് ചെയ്താൽ 158, 158 ബ്രേക്ക് ചെയ്താൽ 160 ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെന്റ്. ഒരു സേഫ് സോൺ. പിയില് സേഫ് സോൺ എന്ന് പറയുന്നത് 130 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് സേഫ് സോൺ. പിന്നെ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ഈ ഒരു വൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പൊ അവിടെ ഇപ്പൊ ചില സമയത്ത് രണ്ടും എടുത്ത് ഹെഡ്ജ് ചെയ്തിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാലും ചിലപ്പോൾ ഒരു 30 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും 30 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളില്ല. ഇതിന് പുറത്തു പോകാതെ എന്തായാലും ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തില്ല. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ അടിച്ചിട്ടില്ല. ഇതിന്റെ ലോ 119.95 വരെ വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിളിംഗ് ആണ് മാർക്കറ്റിൽ. ഒന്നെങ്കിൽ 130 ബ്രേക്ക് ചെയ്താൽ 150ലേക്ക്, ഇവിടെ 155 ബ്രേക്ക് ചെയ്താൽ 168ലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും. കാരണം ഒന്നാമത്തെ കേസ് SMA ഇവിടെ മേളിലാണ്, ഇവിടെ താഴത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹെഡ്ജിങ്ങിന് കൂടുതൽ രാവിലെ പ്രാധാന്യം കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ആ ആദ്യത്തെ വ്യൂവിൽ പറഞ്ഞതുപോലെ 15 മിനിറ്റിന്റെ ക്യാൻഡില് ഒന്ന് കർവ് ആവുന്ന വരെ ഈ കൺസോൾട്ടേഷൻ വരുമെന്ന് പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റിൽ ഇവിടെ RSI ഓൾറെഡി താഴെ എത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു മൂവ്മെന്റിൽ ഇത്രയും ക്യാൻഡിൽ താഴത്തോട്ട് പോണതിന് പകരം ഈ RSI കർവ് ആവുന്ന വരെ ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ്. അതിനർത്ഥം ഇവിടെ ഇനി ഒരു കർവ് വന്നു കഴിഞ്ഞാൽ PE 130 ബ്രേക്ക് ചെയ്ത് 150 ഭാഗത്തേക്ക് പോകും എന്നാണ്.
പിന്നെ സെക്കൻഡ് തിങ് നല്ല വോളിയുള്ള ക്യാൻഡിലായിരിക്കും സിയിലാണെങ്കിലും പിയിലായിരിക്കും വരുന്നത്. കാരണം ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. RSI പോസിറ്റീവ് ആയിട്ടുള്ള സിയിൽ വന്നിരിക്കുന്ന ഡാർക്ക് ഗ്രീനാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ 155 ബ്രേക്ക് ചെയ്താൽ ഹൈ വോളിയം മൂവ്മെന്റ് ആയിരിക്കും. അത് 185 വരെയൊക്കെ കഴിഞ്ഞ ദിവസം വരച്ചിട്ട് ലെവൽ വരെയൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം അതിനു മുമ്പ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ രാവിലോട്ട് പറയുന്ന പോലെയുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് വന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ അതേപോലെ തന്നെ തിരിച്ചു കയറിപ്പോവും. ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട് കേട്ടോ. ഒരു 10 പോയിന്റ് നമുക്ക് എടുക്കണമെങ്കിലും നമ്മൾ കണ്ട് പരിചയിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു 3-4 പ്ലാനെങ്കിലും നമ്മൾ തയ്യാറാക്കി വെക്കണം. എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. എന്തായാലും ഒരു 20-25 പോയിന്റ് സിംഗിൾ ക്യാൻഡിലിൽ 10 മണിക്ക് മുമ്പ് കിട്ടും. അത് ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. അപ്പം അത് ഏതിലേക്ക് എടുക്കണം എന്നുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഒരു ഡൗട്ടുള്ളൂ. സേഫായിട്ടുള്ളവർക്ക് 130 ബ്രേക്ക് ചെയ്തിട്ട് പിയിൽ നോക്കാം, 150 ബ്രേക്ക് ചെയ്യുമ്പോൾ സിയിലും നോക്കാം. എന്നെ സംബന്ധിച്ച് ഇതൊരു സ്റ്റാർട്ടിങ് വൈറ്റ് ലൈൻ, റെഡി സ്റ്റാർട്ട് ഗോ ഏരിയ ആണ് ഈ വൈറ്റ് ലൈൻ. അപ്പം അവിടെ നിന്ന് റിസ്ക് എടുക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ്ജ് ചെയ്തിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പോൾ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു 4-5 പ്ലാൻ ഞാൻ ഈ ലൈവിൽ പറയുന്നത്. $120 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് പീനെ സംബന്ധിച്ച്. സെക്കൻഡ് തിങ്, പിയുടെ ക്യാൻഡിലില് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു ഫേക്ക് ഡംപാണോ ഈ റെഡ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു സംശയമുള്ളൂ. പിയുടെ കേസിൽ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചാർട്ടുള്ളത് കാരണം നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും ഇന്ന ഏരി ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റിൽ മൂവ്മെന്റ് ഉള്ളൂ. കാരണം ഇന്ന് വൺ സൈഡ് മാർക്കറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് എന്തായാലും ഒരു 10-100 പോയിന്റ് എന്തായാലും റൈഡ് ഉണ്ടാവും. അത് ഇന്ന് പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പിടിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. പിയില് RSIയിൽ ഒരു കർവ് വന്നിട്ടുണ്ട്, സിയിലും RSIയിൽ ഒരു കർവ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിയിലേക്ക് മാർക്കറ്റ് കൺവേർട്ട് ആവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അതിനിടക്ക് ഇതിനകത്ത് ഉള്ള ഒരു ഡിഫോൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CE 157 ടച്ച് ചെയ്തിട്ടില്ല, PE ഈ പറഞ്ഞ ഈ ഒരു 140 അല്ല സോറി 113 ടച്ച് ചെയ്തിട്ടില്ല. അതാണ് ഞാനിങ്ങനെ മടിച്ച് ഹെഡ്ജിങ്ങിന്റെ കാര്യത്തിൽ നിൽക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ രണ്ട് സൈഡ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. കാരണം ഇവിടെ ഒരു സ്ക്യൂസ് മോഡലിൽ വരുന്നുണ്ട്. ഇവിടെ റെഡ് ലൈനും ഈ ഒരു വൈറ്റ് ലൈനും വരും. ഈ രണ്ട് ലൈനിലും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല, ടച്ച് ചെയ്തിട്ടില്ല. ഇത് ഏതെങ്കിലും ഒന്ന് എന്തായാലും ഡെഫിനറ്റ്ലി ടച്ച് ചെയ്യണം, അല്ലാതെ മാർക്കറ്റിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ കൺസോൾട്ടേഷൻ വരുന്നതിന്റെ റീസൺ. അപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ താഴത്തോട്ട് ഒരു ഒറ്റ ഡംപ് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് 130 ബ്രേക്ക് ചെയ്താൽ 146ലേക്ക് പോകും. എന്തായാലും സേഫ് സോണ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 130 എബോവ്, ഇവിടെ 155 എബോവ് ആണ് മൂവ്മെന്റ് ഉള്ളത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഹെഡ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. രണ്ടും ഹെഡ്ജ് ചെയ്തിട്ടിട്ട് ഏതാണോ മൂവ് ചെയ്യുന്നത് ആ മൂവ് അങ്ങ് ക്യാച്ച് ചെയ്തെടുക്കും.
ഇപ്പോൾ ഒരു ക്രോസ് ഓവർ പിയിൽ വന്നിട്ടുണ്ട്, ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. 127 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 130ലേക്കായിരിക്കും ആദ്യത്തെ ഒരു മൂവ്മെന്റ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഇവിടെ തന്നെ കോസ്റ്റ് ടു കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാൽ നമുക്ക് ബെറ്റർ ആണ്. ചിലപ്പോൾ ഇവിടെ നിന്നുള്ളൊരു മൂവ്മെന്റ് ആണ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകേണ്ടത്. അപ്പം അത് 138 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പിൻബാറാണ്, ഒരു പോസിറ്റീവ് സൈൻ ആണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി താഴത്തോട്ട് വന്നാലുള്ള വിഷയം മാത്രമേ ഉള്ളൂ. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് 127 ബ്രേക്ക് ചെയ്ത് 130ലേക്ക് പോയി കഴിഞ്ഞാൽ 127 SL ഇട്ട് കഴിഞ്ഞാൽ സേഫാണ്. കാരണം എങ്ങാനും റിവേഴ്സ് വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിൽ വരത്തില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. RSI ഗ്രീനിലേക്ക് കയറാൻ പോണതേ ഉള്ളൂ. അതിനിടക്കുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ 156 ചിലപ്പോൾ ടച്ച് ചെയ്യാൻ വേണ്ടി പോണതായിരിക്കാം. കാരണം ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. പിൻബാർ പോസിറ്റീവ് സൈൻ ആണ്. 127 ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനിടക്കുള്ള നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആ സാധനം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി പോകുന്നു. സെക്കൻഡ് തിങ്, ഇവിടെ റെഡിലേക്ക് കയറിയിട്ടില്ല. എന്നാലും ഇതൊരു പോസിറ്റീവ് സൈൻ ആണെന്നൊന്നും നമുക്ക് കടുപ്പിച്ച് പറയാൻ പറ്റില്ല. 154 ബ്രേക്ക് ചെയ്ത് 56ലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 155 കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ പറഞ്ഞ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ആ താഴത്തേക്ക് വന്നത്. നമുക്ക് നോക്കാം. ഇനി ഈ ഒരു പിൻബാർ 123 കൂടെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകണം. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണ്ടോന്ന് പ്രത്യേകം നോക്കേണ്ട കാര്യമുള്ളൂ. ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 112ലേക്കോ 107ലേക്കോ ഫാൾ ആവും. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ 154 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് സിയിലേക്കുള്ള മൂവിലേക്കായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ്. അങ്ങനെ പോയാലും ഒരു 156 ചെന്ന് ഇടിച്ചിട്ട് ചിലപ്പോൾ തിരിച്ചു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 154 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 154 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കൺസോളേഷൻ ടൈമിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ബ്രേക്ക് ഔട്ട് ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ട് ഇറങ്ങും. പറഞ്ഞ പോലെ തന്നെ സാധനം 154 ബ്രേക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ താഴത്തോട്ട് വരുന്നുണ്ട്. കൺസോൾട്ടേഷൻ ടൈമിലുള്ള ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറഞ്ഞാൽ ഇതാണ്. വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്കത് ട്രെയിൽ ചെയ്തൊക്കെ പോകാം. RSI ഗ്രീനിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ റെഡിലേക്ക് കയറുന്നുണ്ട്. മാർക്കറ്റ് പതുക്കെ പിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഗ്രീനിലേക്ക് കയറുന്നില്ല.
സിയിലേക്ക് മൂവ്മെന്റ് എന്തായാലും വരും കേട്ടോ. 155 ഇപ്പോഴാണ് ടച്ച് ചെയ്തത്. നമ്മുടെ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. ഇതിഞ്ഞ് പോയി നിൽക്കുകയാണെങ്കിൽ 167 പോയി നിൽക്കത്തുള്ളൂ. അത്രയും സ്പേസ് കിടപ്പുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ബോർഡർ ലെവലിലാണ് ഇത് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോവും കൂടെ വന്നാൽ 107 ലോ ആവും. കറക്റ്റ് ലോവിലാണ് വന്ന് ഇടിച്ച് നിൽക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു വയലറ്റ് ലൈൻ്റെ ലോയിലാണ് മാർക്കറ്റ് വന്ന് ഇടിച്ച് നിന്നത് കൊണ്ടാണ് അവിടെ നിന്ന് ചെറിയൊരു റിവേഴ്സ് വന്നത്. അതുകൊണ്ടാണ് ഇത് ഇവിടം വരെ പോയി ഇടിച്ച് നിൽക്കുന്നത്. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 168 ഒരു മൂവ്മെന്റ് ഉണ്ടാവും. 55ഉം 10ഉം 7 പോയിന്റ് അടുത്ത് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. കയറും. ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കൂടെ വരാനുള്ള ചാൻസസ് ഉണ്ട്. 161 സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ടാലും വലിയ വിഷയങ്ങളില്ല. 6 പോയിന്റെങ്കിൽ 6 പോയിന്റ് കിട്ടും. 166 168 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 154 to 164 ഓൾറെഡി 10 പോയിന്റിൽ ലോക്ക് ചെയ്തിടുക. കാരണം ഇത് സെയിം ക്യാൻഡിൽ വെച്ചിട്ടുള്ള ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. 10 പോയിന്റ് എടുത്ത് മാറിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ ദിവസം. എങ്കിൽ 161 നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. 165 10 പോയിന്റ് ഓൾറെഡി റീച്ച് ആണ്. 168 ആയിരുന്നു ശരിക്കും ചെല്ലേണ്ടത്. 168 ബ്രേക്ക് ചെയ്താൽ 175 മാർക്കറ്റ് മൂവ് ആവും. ഇത് റെഡിലേക്ക് കയറുന്നത് വരെ ചാൻസസ് ഉണ്ട്. എന്താണ് ഇവിടെ ഇടിച്ചു നിൽക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 168 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ 185 പോകേണ്ടി വരും. കാരണം പ്രീവിയസ് ആയിട്ടുള്ള 2 ടിപ്പിൻ്റെ എഡ്ജിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 185 പോകത്തുള്ളൂ. 168 നമ്മുടെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വൺ 171 172 ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. കുറച്ചും കൂടെ പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ബ്ലൂ ലൈനിൻ്റെ ടോപ്പ് എഡ്ജിൻ്റെ ഒരു 80% വരെ
180 ആണ് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് പറഞ്ഞത്. 174. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഹെഡ്ജ് ചെയ്ത് ഇടുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഇതാണ്. 152, 62, 72, 20 പോയിന്റിൽ അപ്പുറത്തൊരു 8 പോയിന്റ് പോയാലും ബാക്കി 10 പോയിന്റ് 178 വരെ ആയിട്ടുണ്ട്. കാരണം അത്ര കൺസോൾട്ടേഷൻ വരുമ്പോൾ നമ്മൾ ഊഹിച്ചോ മാസീവ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് എന്തായാലും മാർക്കറ്റിൽ വരും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാവണം. 179, 180, 185 ആണ് നമ്മൾ വരച്ചിട്ടിരിക്കുന്നത്. ഇന്നലെ എത്തേണ്ട സാധനം ഇന്നലെ എത്തിയില്ല, ഇന്നാണ് എത്തിയെന്ന് വിചാരിച്ചാൽ മതി.